കണ്ട് ഒരാളുടെ ഫാനായി മാറാന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ അവോക്കാഡോയുടെ ഫാനായിട്ട് പറയുന്നത് ഇങ്ങനെ റീൽസിൽ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ കണ്ടിട്ടാണ് കേട്ടോ. രാത്രിയിലത്തെ ഭക്ഷണം എന്താണെന്ന് ആലോചിച്ചപ്പോൾ ചോറ് വേണ്ടാന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചു കേട്ടോ. പിന്നെ ദേ ഇരിക്കുന്നു ഫ്രിഡ്ജിലൊരു അവോക്കാഡോ. സംഭവം പൊളിയല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു അതും കൊണ്ട് തന്നെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന്. ബ്രെഡും ഉണ്ടായിരുന്നു ബാക്കി. ഇത് സാധാരണ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് എല്ലാവരും കാണിക്കുന്നതെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ഇന്ന് നൈറ്റ് ഡിന്നർ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല, വളരെ എളുപ്പമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ അവോക്കാഡോ രണ്ടായിട്ട് പൊളിച്ചൊന്ന് മാഷ് ചെയ്ത് വെക്കുക. അതിലേക്ക് സവാള കുറച്ച് കുനുകുനാന്നരിഞ്ഞിട്ട് അതിലേക്ക് ഇടുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇടാം കേട്ടോ. ചിലർ പച്ചമുളക് ഇടാറുണ്ട്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഈ അവോക്കാഡോ അതേപോലെ തന്നെ ബോയിൽഡ് എഗ്ഗുമാണ് കേട്ടോ. ഈ മുട്ട ഇട്ടാലാണ് അതിന്റെ ആ ഒരു അത് കിട്ടാട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ തനി മലയാളി ഇല്ലേ, അത് കാണേണ്ടതായിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. എങ്ങനെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ എങ്ങനെ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാന്നാണ് നല്ല അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. നമ്മ ഈ കണ്ടതും കടിച്ചതും കഴിച്ചിട്ട് കുറെ കൊണ്ടേ ഹോസ്പിറ്റലിൽ കാണാനും നല്ലത് ഈ ഹെൽത്തി ആയിട്ടുള്ള സംഭവിച്ചിട്ട് കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നല്ലതെന്ന് എനിക്ക് ഈ ഇടയ്ക്കാണ് ഇത്തരം ബോധോദയങ്ങളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. എന്താണ് എല്ലാം നല്ലത് വരാനായിട്ട് കുറച്ച് നേരം എടുക്കുമെന്ന് പറയാനായിട്ടില്ല. അപ്പൊ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി. അപ്പൊ ഞാനത് പോയി തിന്നട്ടെ. അത്ര